ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. നിങ്ങൾ ഈ ഡ്രസ്സ് കാണുമ്പോൾ ചിലപ്പോൾ ഓർക്കും രാവിലെ ചെയ്ത വീഡിയോ ആണോ, രാവിലത്തെ വീഡിയോയിൽ ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓർക്കും ഇന്നത്തെ ഫുൾ വിശേഷം തന്നെയാണോ ഈ ചിന്നി വീണ്ടും പറയുന്നത് എന്ന്. പക്ഷെ അല്ല കേട്ടോ, രാവിലെ ഇട്ട ഡ്രസ്സാണ്. വീണ്ടും ഒരു ഡ്രസ്സും കൂടെ മാറണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അത് വേറെ വീഡിയോ, അത് ഇന്നത്തെ ഫുൾ വിശേഷം, ഇത് നാളത്തെ വിശേഷം. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാല്ലേ. അപ്പൊ ഇന്നത്തെ അവസാന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി നിറച്ച് തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ചന്ദ്രോദയത്തേക്ക് കയറി ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ സുധീനെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, സ്വന്തമായിട്ട് ജോലിയെടുത്ത് ജീവിക്കണ്ടേ? അതുമാത്രമല്ല, ശ്രുതിയുടെ വരുമാനത്തിലല്ലേ നീ ഇപ്പം ജീവിക്കുന്നത്, ഭാര്യയുടെ വരുമാനത്തിൽ ജീവിക്കുന്നത്. ഇത് ഭർത്താവിന് അപമാനമാണടാ, അപമാനം. എവിടെന്ന് ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് നല്ല സപ്പോർട്ട്. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അവന് നല്ല കഴിവൊക്കെ ഉണ്ട്, അവൻ്റെ കഴിവ് പുറത്തെടുക്കാനേ അവന് കുറച്ചുകൂടെ ടൈം കൊടുക്കണം. അതാ ഇവിടെ എല്ലാവരെയും പോലെയല്ല, എൻ്റെ മോൻ പഠിച്ചതാ, അതനുസരിച്ചുള്ള ജോലി കിട്ടണമെങ്കിലേ കുറച്ച് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിക്ക് വളമിട്ട് കൊടുക്കുകയാണ്. വളരാനുള്ള വളമല്ല നമ്മുടെ ചന്ദ്ര ഇട്ട് കൊടുക്കുന്നത്, തളർത്താനുള്ള വളം തന്നെയാണ് ചന്ദ്ര ഇട്ട് കൊടുക്കുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി കയറി വരുന്നു. രേവതി കയറി വന്നപ്പോഴത്തേക്കും തന്നെ ഒരു ഐശ്വര്യമാണല്ലോ, മുഖത്തെ സന്തോഷം. നല്ല സാരി ഉടുത്തിരിക്കുന്നു, തല നിറച്ച് മുല്ലപ്പൂ വെച്ചിരിക്കുന്നു. ഇത് കണ്ടതും ചന്ദ്ര, ഇവള് ഈ രാവിലെ അണിഞ്ഞു കെട്ടി എവിടെ പോയതായിരുന്നു? ഇവക്ക് വേറൊരു പണിയില്ലായിരുന്നു, രാവിലെ നീ എവിടെ പോയതാടി അണിഞ്ഞൊരുങ്ങി എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അവൾ എവിടെയെങ്കിലും പോട്ടെ, അവള് പോയത് അവളുടെ ഭർത്താവിന്റെ കൂടെയല്ലേ. അപ്പൊ അവനും ഉണ്ടോ? ഓഹോ, അത് കൊള്ളാലോ, രണ്ടും കൂടെ എന്നാ മറ്റേ അടയും ചക്കരയും പോലെയൊക്കെ ആയത്. ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇവിടെ കിടന്ന് ഫൈറ്റ് ആയിരുന്നല്ലോ. ഓ, എന്തൊക്കെയായിരുന്നു. അനിയനെ തല്ലുന്നു, അനിയനെ തല്ലിയ ഭർത്താവിനോട് ദേഷ്യം കാണിക്കുന്നു, എന്നിട്ടിപ്പം രണ്ടുപേരും കൂടെ പിരിയാൻ വയ്യാതായല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഓവർ ആക്ടിങ് ഇട്ട് നമ്മുടെ ചന്ദ്ര. അപ്പൊ സച്ചി ഇങ്ങ് കയറി വന്നിട്ടേ, അതെ, ഞാനേ ഒന്നും പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇന്ന് നല്ല ദിവസമാ. നല്ല ദിവസമോ? ഇന്ന് എന്താ പ്രത്യേകത? ഇന്ന് പ്രത്യേകത ഉണ്ടച്ചാ. അച്ഛാ, ദേ നോക്കിക്കേ, കാറ്. ആ, കാറ്. ഇത് ആരുടെ കാറാ മോനെ? അത് നീ കാറ് മേടിച്ചോ? അപ്പൊ പെട്ടെന്ന് ചന്ദ്ര, പിന്നെ ഇവൻ കാറ് മേടിക്കാനുള്ള കാറ് കൊണ്ട് വിറ്റ് കളഞ്ഞിട്ട് അവൻ ഓട്ടോറിക്ഷ തള്ളിക്കൊണ്ട് നടക്കുന്നത്, അവനല്ലേ കാറ് മേടിക്കുന്നത്. അപ്പൊ നമ്മുടെ ആരാ, സുധിയും കൂടെ, പിന്നെ ഇവൻ കാറ് മേടിക്കും, ഇവൻ കാറ് മേടിക്കുന്നതെന്ന് കാക്ക മലന്ന് പറക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, കാക്ക മലന്ന് പറക്കുന്ന ദിവസം വരുമായിരിക്കും, നീ വല്ലതും ജോലിക്ക് പോകുന്ന ദിവസം. ഇതേ എന്റെ സ്വന്തം കാറാ അച്ഛാ. ഈ കാറേ എന്റെ സ്വന്തം കാറാ, അല്ല ഞങ്ങളുടെ സ്വന്തം കാറാ. ഇതെനിക്ക് രേവതി മേടിച്ചു തന്നതാ. അപ്പം രവീന്ദ്രന് പെട്ടെന്ന് അത്ഭുതം. രവീന്ദ്രൻ, ആണോ മോളെ രേവതി എന്ന് ചോദിച്ചു. മോക്ക് എവിടുന്ന പൈസ? അത് പിന്നെ അച്ഛാ, പൂ കെട്ടിയ ആ ഒരു പൂമാല കെട്ടിയ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ, പിന്നെ കുറച്ച് പൈസ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചു. ഏതായാലും സച്ചേട്ടൻ ഓട്ടോ ഓടിച്ചോണ്ട് നടക്കല്ലേ, ടാക്സി ഓടിച്ചോണ്ടിരുന്ന ആള് പെട്ടെന്ന് ഓട്ടോ ഓടിക്കാന്നൊക്കെ പറയുമ്പം എന്തോ എൻ്റെ സച്ചേട്ടൻ എവിടെയും താഴ്ന്ന എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചു കൊടുത്തത്. ഓ, നന്നായി മോളെ, നന്നായി. നിന്റെ തീരുമാനം നല്ല തീരുമാനം തന്നെയാ. ഇതൊക്കെ കുറച്ചു പേര് ഇവിടെ കണ്ടു പഠിക്കണം. ഇവിടെ ഉള്ളവർക്ക് ഏത് നേരം നാക്കിട്ട് അലയ്ക്കാനല്ലേ അറിയത്തുള്ളൂ. വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഞണ്ണുക, അല്ലാതെ വേറെ എന്തിനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ഇത്ര വർഷമായി, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 10-35 വർഷം ആയേ. എന്നിട്ട് എന്ത് ചെയ്യാനാ, ഇതുവരെ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നൊന്നും എനിക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഇത് കേട്ടോടനെ ചന്ദ്ര, ഓ തുടങ്ങി രേവതി പുരാണം. അവൾ ഒരു കാറ് മേടിച്ചു കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട്, കാറ് മേടിച്ചു കൊടുത്തതേ ഇവള് പലിശയ്ക്ക് പൈസ എടുത്താ. എടീ, അപ്പൊ നീ പലിശയ്ക്ക് പൈസ എടുത്തത് ഇതിനായിരുന്നല്ലേ? അതെന്താമ്മേ പലിശയ്ക്ക് പൈസ എടുത്തെന്നും പറഞ്ഞുകൊണ്ട്? ഞാനല്ലേ പലിശ കൊടുക്കുന്നത്, ഞാനല്ലേ പൈസ തിരിച്ചടയ്ക്കുന്നത്. അങ്ങനെ പറ രേവതി, അങ്ങനെ പറ. അല്ലെങ്കിൽ എടി ചന്ദ്രേ, നിനക്ക് മിണ്ടാതിരുന്നാ പോരെ? നീ എന്തിനാ കിടന്ന് ഈ പ്രസംഗിക്കുന്നത്? വണ്ടി ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുക. അങ്ങനെ വണ്ടി കണ്ടു. നമ്മുടെ രവീന്ദ്രന് ഭയങ്കരമായിട്ട് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചന്ദ്രമതി ഒന്നും അല്ലാട്ടോ നമ്മുടെ വണ്ടിയുടെ പേര്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു നമ്മുടെ തമ്പലൈനില് ചന്ദ്രമതി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തമ്പലൈൻ ഇടുന്നത് നമ്മൾ മനുഷ്യരെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ തമ്പലൈൻ ഇടുന്നത്. അപ്പം അത് ഏത് വീഡിയോസ് എടുത്താലും നിങ്ങൾക്ക് അത് കാണാം, അതിൽ എന്തെങ്കിലും ഒരു ഇത് കാണും. അതുകൊണ്ട് നമ്മളും ചെറിയ രീതിയിൽ ചന്ദ്രമതി എന്നിട്ടപ്പം നിങ്ങൾക്ക് ഒരു ആകാംക്ഷ തോന്നൂലോ. അത് നിങ്ങളെ പറ്റിക്കുന്നതല്ല കേട്ടോ, നമ്മൾ കഥ ഒറിജിനൽ തന്നെയാണ് പറയുന്നത്.
അത് സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം. ഈ തമ്പലൈനിലൊക്കെയാണ് നമുക്ക് ചെറിയൊരു ഇതൊക്കെ വരുത്താൻ പറ്റുകയുള്ളൂ. അപ്പം പിന്നെ നമ്മൾ അങ്ങനെ വരുത്തുന്നതാണ്. തമ്പലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കാം, സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കാം. ഇതുവഴിയാണ് നമ്മുടെ വീഡിയോ കൂടുതൽ പേരിൽ എത്തപ്പെടുന്നത്. അപ്പൊ അത് എത്ര ആകർഷകമാക്കാൻ പറ്റുമോ, എത്ര മനോഹരമാക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതുപോലെ നമ്മൾ ചെയ്യും. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ആ ഒരു കാറിന്റെ പേര് SR എന്നാണ്, സച്ചി രേവതി എന്നാണ്. ഇത് കണ്ട ഉടനെ ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നു, പുറകെ വർഷ, ശ്രീകാന്തൊക്കെ ഇറങ്ങി വന്നു. വർഷയ്ക്കും ശ്രീകാന്തിനും ഇഷ്ടപ്പെട്ടു. വർഷ പറഞ്ഞു, അടിപൊളി വണ്ടിയാണല്ലോ, അയ്യോ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാന്ന് തോന്നത്തേ ഇല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര, അയ്യേ സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നോ? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്താണ് ഇത്ര കുഴപ്പം? സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിൽ എന്താ ഇത്ര കുഴപ്പം ഇരിക്കുന്നത്? ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. അത് സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ എന്നൊന്നും അല്ല, രേവതി മേടിച്ചു കൊടുത്ത വണ്ടി. ഇവിടെ ആർക്കെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. രേവതി സച്ചിക്ക് മേടിച്ചു കൊടുത്ത വണ്ടി. മക്കളെ നന്നായി വരുവുള്ളൂ. സച്ചി എടാ നീ ഈ വണ്ടിയും കൊണ്ട് നന്നായി വരൂടാ, ദേ ഈ ചന്ദ്രയൊന്നും പറയുന്നത് നീ കേൾക്കണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഭയങ്കര സന്തോഷത്തോടു കൂടി അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് രേവതി സച്ചി അകത്തേക്ക് കയറി പോയി. ചന്ദ്ര തുടങ്ങി നമ്മുടെ ശ്രുതിയോട്. അത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതായിരുന്നു. ഇനിയിപ്പോൾ ശ്രുതിക്ക് സമാധാനം കൊടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ബിസിനസ് ചെയ്യാനുള്ള പൈസ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നീ മേടിച്ച് ശ്രുതിക്ക് കൊടുക്കണം. സച്ചിക്ക് വേണ്ടി രേവതി, ഒന്നുമില്ലാത്ത പൂ കെട്ടുന്ന രേവതി ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതുകൊണ്ട് മേടിച്ചു കൊടുത്തേ പറ്റൂ. നിന്റെ അച്ഛനെ വിളിച്ച് ഇപ്പൊ തന്നെ പറയടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയോടല്ല സോറി, ശ്രുതിയോട്. ശ്രുതിയെ സത്യം പറഞ്ഞ ഇപ്പൊ അടക്കി ഭരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. പണ്ടൊക്കെ മോളെ കൊച്ചെ ചെയ്തോ ചെയ്തില്ലേ, ഒന്ന് വിളിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചന്ദ്ര ഇപ്പോൾ ചെയ്യടി മര്യാദയ്ക്കെന്ന് പറയാറായി. അവിടം വരെ എത്തി കേട്ടോ അവരുടെ ആ ഒരു കഥ. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. തലവേദന എടുത്ത് നമ്മുടെ ശ്രുതി നേരെ പോകുന്നത് മീരയുടെ അടുത്തേക്കാണ്. മീരയുടെ അടുത്ത് ചെല്ലുന്നു. എനിക്കറിയില്ലടി എന്താടി ഞാൻ ചെയ്യേണ്ടത്, ആകെ മൊത്തത്തിൽ പ്രശ്നമായി. ഇനിയിപ്പം ഞാൻ എങ്ങനെ ബിസിനസ് ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ടാക്കും? ഓ, ആ രേവതി സച്ചിയും കൂടെ ആയിരിക്കും മൊത്തം തലവേദന എടുത്ത് വെക്കുന്നത്. നിനക്കറിയാമോ, ആ തള്ളയുടെ വായിലിരിക്കുന്നത് ഞാൻ കേട്ടു, അന്ന് മുഴുവനും ഞാൻ കേട്ടു. നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല ചന്ദ്രമതി. ആരാ സാധനം എന്നറിയാമോ? അന്ന് ഞാൻ പേര് മാറ്റിയതിന് എന്നെ ഇട്ട് പൊരിച്ചടി വറച്ചട്ടിയിലിട്ട് വറുത്തെടുത്തു. എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ല, റൂമിൽ കൊണ്ടുപോയി നിർത്തിയ. എൻ്റെ മുഖത്തിട്ട് അടിച്ചില്ലെന്നേ ഉള്ളൂ. മുഖത്തിനിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് ഇതുണ്ടാവില്ലായിരുന്നു. പക്ഷെ അതുപോലെയുള്ള സംസാരമായിരുന്നേ. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എൻ്റെ പൊന്നു മീര. സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ കെട്ടി തൂക്കും, അത്രേ ഉള്ളൂ. എൻ്റെ മീര ചങ്കിക്കുത്തുന്ന വർത്താനം നീ പറയല്ലേ, പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും? നിന്നോട് പണ്ട് മുതൽ ഈ പരിപാടിക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞതാ. അന്ന് നീ കേട്ടില്ല. അന്ന് നീ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചപ്പോഴേ നീ അനുഭവിക്കും. ഇനിയിപ്പം നിനക്ക് എവിടെയൊക്കെ പൈസ കൊടുക്കണം? ആ PA ഉണ്ടല്ലോ പൈസ കൊടുക്കണം, പലിശക്കെടുത്ത് പൈസ കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പം നിന്റെ അമ്മായിയമ്മയ്ക്ക് കൊണ്ടുപോയി മാസം പൈസ കൊടുക്കണം. കെട്ടിയോന്റെ കാര്യം നോക്കണം. എന്തുവാ നീ കുഴിയിലേക്കാണോ എടുത്ത് ചാടിയത്? വലിയ സ്വർഗമാണെന്ന് പറഞ്ഞോണ്ടാണല്ലോ നീ പോയത്. എനിക്കറിയില്ല മീനെ എന്ത് ചെയ്യണമെന്ന്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അച്ഛനെ കാണണമെന്നാ പറയുന്നേ, അതുപോലെ തന്നെ മാമനെ കാണണമെന്നും ഒക്കെ പറയുക. ഈ മാമനെ അച്ഛനെയൊക്കെ ഞാൻ ഇനി എവിടെ നിന്ന് കൊണ്ടുവരാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെപ്പാടെ ടെൻഷനില്ല. ഏതായാലും പാതിരാത്രി ആയിട്ടോ, നേരം പാതിരാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിൻ രേവതിയും കിടക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു. എല്ലാവരും കിടക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. സച്ചിൻ രേവതി മാത്രമല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്രടി, രേവതി പാല് ചൂടാക്കിയില്ലേ, ഇന്നമ്മേ പാല് എന്ന് പറഞ്ഞ് പാല് കൊണ്ട് കൊടുത്തു. അല്ല നീ നാളത്തേക്കുള്ള അരിയൊക്കെ അരച്ചു വെച്ചോ? ആ വെച്ചു അമ്മേ. അത് സാമ്പാർ അതിനൊക്കെ ഉള്ളതെല്ലാം അരിഞ്ഞു വെച്ചമ്മേ. അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങോട്ട് വന്നിട്ട്, എന്താ അമ്മേ കാണിക്കുന്നത്? അല്ല രേവതി മാത്രമേ ഇവിടെ ഉള്ളോ ഈ വേലക്കാരികളോട് പറയുന്നത് പോലെയും ഹോട്ടലിൽ ചോദിക്കുന്നത് പോലെ അത് ഇത് മറ്റത് മറിച്ചതെന്ന് പറയുമ്പം ഇവളെല്ലാം നിന്ന് ഉണ്ടാക്കി തരാൻ നിന്നിട്ടല്ലേ? രേവതി നീ എന്തിനാ ഇതിന് പോകുന്നത്? നിനക്ക് രാവിലെ കടയിൽ പോണ്ടേ, അതുപോലെ പൂ എടുക്കാൻ പോണ്ടേ? നിനക്ക് അവിടെ ഇവിടെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നിനക്ക് എവിടുന്ന രേവതി സമയം കിട്ടുന്നത്? നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചോണ്ട് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും ചന്ദ്ര, അവളെല്ലാം പറഞ്ഞങ്ങോട്ട് കൊടുത്ത് അവനോട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അവനിങ്ങോട്ട് ഭാര്യനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് എന്ന് വരെ പോകുന്ന എനിക്കൊന്ന് കാണണം ഈ വണ്ടി. അടുത്ത വഴക്ക് എന്നാണ് ആവോ? നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ രണ്ടും കീരിയും പാമ്പും ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി കേട്ടോ. ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ രേവതി സച്ചിയും കിടക്കാണ്. അപ്പൊ നമ്മുടെ സച്ചി സർപ്രൈസ് ആയിട്ട് നമ്മുടെ രേവതിക്ക് ഹൽവയൊക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ. രേവതിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹൽവ ഉണ്ടല്ലോ, ആ ഹൽവയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട്, രേവതി പണിയൊക്കെ കഴിഞ്ഞില്ലേ, വന്ന് കിടക്കാൻ പറയാ. അപ്പൊ ഇവര് ഹോളിനകത്താ കിടക്കുന്നത്, ഇവർക്കൊരു പ്രൈവസി ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും ഉറങ്ങിയോന്നൊക്കെ നോക്കി ഇരുന്നിട്ട് നമ്മുടെ സച്ചി ആ ഒരു ഹൽവ എടുത്തത്. അപ്പൊ കുറെ സമയമൊക്കെ ആയി, 10-11:30 ആയി, എല്ലാവരും ഉറങ്ങാൻ സമയമായി.
അപ്പൊ പിന്നെ ആ ഒരു ഹൽവ എടുത്തിട്ട് എന്നാ രേവതി എന്ന് പറഞ്ഞ് കൊടുത്തപ്പോ ഇതെന്താ സച്ചേട്ടാ ഈ ഹൽവയോ? അയ്യോ എനിക്ക് വേണ്ട ഈ പാതിരാത്രി. അത് പിന്നെ പാതിരാത്രിയാണെന്നോ അങ്ങനെയൊന്നും ഇല്ല രേവതി. നമ്മള് ഭാര്യയും ഭർത്താക്കന്മാർക്കും ഇടയിലെ ഇങ്ങനെയൊക്കെ ചില സന്തോഷ നിമിഷങ്ങളൊക്കെ ഉണ്ടാകും. ഞാനും പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് രാത്രികളിൽ ഇങ്ങനെ ഹൽവ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതും. മതി മതി സച്ചേട്ടാ നിർത്ത്. ചീ, വൃത്തികെട്ട പടങ്ങളൊക്കെ കണ്ടിട്ട് എന്തൊക്കെ ഈ പറയുന്നത്? വൃത്തികേടാണോ? വൃത്തികേടല്ലല്ലോ, ഞാൻ എൻ്റെ ഭാര്യയോടല്ലേ പറഞ്ഞത്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവിടെ വെക്ക്. അതേ സച്ചേട്ടാ, എനിക്കിപ്പോ ഹലുവ വേണ്ട. ഏതായാലും ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒച്ച കേട്ടത്. ഹലോ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ വർഷ. അതേ വീട് ദേ ആ സൈഡിനോട് ചേർന്നാണേ, തൊട്ടടുത്തൊരു പൂക്കടയുണ്ട്, അത് അടച്ചിട്ടിട്ടുണ്ട്. അവിടെ നിന്നാ മതി, ഞാൻ ഇപ്പൊ ഇറങ്ങി വരാന്ന്. വർഷ ആരെയോ വിളിച്ച് ഓർഡർ ചെയ്തേക്കാ ബിരിയാണിയെ. രാത്രി ബിരിയാണി തിന്നാനൊരു മോഹം. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ വർഷ എണീറ്റ് വരുന്നത് കണ്ടത് ഇവർ പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ. ഒരു ചെറിയ റൊമാൻസിലേക്കൊക്കെ വന്നായിരുന്നു. അപ്പൊ എന്ത് ചെയ്ത് ചളവാക്കി കുളവാക്കി കൈ കൊടുത്തു നമ്മുടെ വർഷ നേരെ ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരിങ്ങനെ ഉറങ്ങിയ പോലെ തന്നെ കിടക്കുകയാണ് കേട്ടോ. ഉറങ്ങിയിട്ടൊന്നുമില്ല, അപ്പൊ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പം ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര, അവളാണെ വെള്ളവും എടുത്ത് വെക്കത്തില്ല, ഒന്നും വെക്കത്തില്ല, വെള്ളവും ഇല്ല ഒന്നുമില്ല, ഞാൻ വെള്ളം എടുക്കാൻ പോട്ടെ എന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ വേണ്ടി വരിക. വെള്ളം എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദായിരിക്കുന്നു നമ്മുടെ വർഷ ഇരുന്ന് ബിരിയാണി കഴിക്കുന്നു. മോളെ ഇതെന്താ ബിരിയാണിയോ ഇപ്പോഴോ? അത് പിന്നെ അമ്മേ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നി, ഞാനേ ഇപ്പം ഓർഡർ ചെയ്തതാ. ആണോ? ആ ആൻറ്റി ഒരു അമ്മ എന്നല്ല കേട്ടോ, ആൻറ്റി ഒരു കാര്യം ചെയ്യ, ആൻറ്റി ഇവിടെ വന്നിരിക്കുക, ആൻറ്റിക്ക് ഞാൻ ബിരിയാണി തരാം. അത് പിന്നെ ആൻറ്റി ഇവിടെ വന്നിരിക്കുക. അല്ല അവൻ എന്ത് ചെയ്യും ശ്രീകാന്ത്? ശ്രീകാന്ത് നല്ല ഉറക്കമാന്നേ, ശ്രീകാന്തിനെ നമുക്ക് പിന്നെ ഷെയർ ചെയ്യാം. ഇപ്പൊ എൻ്റെ കൂടെ ഒരാൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലേ അതെനിക്കിഷ്ടം. ആൻറ്റി ഇവിടെ വന്നിരിക്കുക, ആൻറ്റി ഇത് കഴിക്കുക. അത് പിന്നെ എങ്ങനെയാ മോളെ ഈ രാത്രി? ആൻറ്റി ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല, ഇവിടെ ഇരിക്കുക, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ബിരിയാണി എടുത്ത് കൊടുക്കണം. അപ്പൊ അതിലൊരു ലെഗ് പീസ് കിടന്നപ്പോഴത്തേക്കും ഈ ലെഗ് പീസ് എനിക്ക് വേണ്ട, മോള് കഴിച്ചോ. അയ്യോ ആൻറ്റി കഴിക്കുക. അയ്യോ പിള്ളേരൊക്കെ അല്ലേ ഈ ലെഗ് പീസ് കഴിക്കുന്നത്. ആൻറ്റിക്ക് പ്രായമായെന്ന് ആരാ പറഞ്ഞ? ആൻറ്റി കഴിക്കുക ആൻറ്റി എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര ഉത്സാഹം. ചന്ദ്ര ലെഗ് പീസൊക്കെ കടിച്ചു കുറച്ച് തിന്നുന്നു. നമ്മുടെ സച്ചിക്ക് വന്ന കാലി ഒന്ന് ഓർത്ത് നോക്കണം. ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഭാര്യയോട് സ്നേഹിക്കാം സല്ലപിക്കാന്നൊക്കെ ഓർത്തതായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തൊരവസ്ഥയാന്ന് ഓർത്തോണേ. ഒന്ന് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു റൂമില്ല, ഹോളിനകത്ത് കിടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു കഷ്ടമാണല്ലേ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി അവരുടെ ഒരു അവസ്ഥ കാണുമായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ അവര് കഴിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ സച്ചി ഒന്ന് പോയാൽ മതിയായിരുന്നെന്ന്. അങ്ങനെ ഒരു തരത്തിൽ എണീറ്റ് അങ്ങ് പോവുകയാണ് കേട്ടോ. വീണ്ടും രണ്ടുപേരും കൂടെ റൊമാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വരികയാണ്. ഏതായാലും ഇവരുടെ റൊമാൻസ് വർക്കൗട്ട് ആകുമോ ഇന്നത്തെ രാത്രി? അതോ ഇനിയിപ്പം വേറെ ആരെങ്കിലും കയറി വന്ന് കുളവാക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഏതായാലും ഞാൻ ഇത്രയോ ഭാഗം കൊണ്ട് നിർത്തുക. നാളെ ഇനി ഇവിടം വരെ എത്തുമെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം ഇവിടം വരെ എത്തുമെന്ന്. കാരണം ഞാൻ എന്നും പറയുന്നത് എത്താറില്ല കേട്ടോ. പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നിന്നു പോകും. ബാക്കി കഥ പിന്നെ എനിക്ക് അടുത്ത ദിവസം പറയേണ്ട അവസ്ഥയാണ്. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യണം. കമൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും സംസാരത്തിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു, പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് അച്ചടി ഭാഷ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. സാധാരണ എൻ്റെ വീട്ടിൽ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നത്. അറിയാലോ നമ്മൾ കൂട്ടുകാരൊക്കെ തമ്മിൽ എങ്ങനെ സംസാരിക്കുന്നു. അതിപ്പോൾ അച്ചടി ഭാഷ നോക്കുവോ? ഭായ്ക്ക് ഭായെന്നോ ഫലത്തിന് അങ്ങനെയൊക്കെ ഫലം ഭാ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയെന്നൊക്കെ ഇരിക്കും. അതൊക്കെ ഒന്ന് അംഗീകരിക്കും നിങ്ങൾ. അതൊക്കെ ഒന്ന് അംഗീകരിക്കാനല്ല, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ. നമുക്ക് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ശീലമായി പോയിട്ടോ. അപ്പോൾ ചിലപ്പം പെട്ടെന്ന് ഭാ വരും അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും. അപ്പോൾ കുറച്ച് പേര് കമൻറ്റിൽ അത് എന്നോട് പറയാറുണ്ട് കേട്ടോ. നല്ലതാണ് പറയുന്നത്, ഞാൻ പരമാവധി ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.